Hi all, welcome for the next chapter, Plan, Growth and Development. മക്കളെ OG സീരീസിലെ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. പ്ലാൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എല്ലാ വർഷവും 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കിഡിലൻ ചാപ്റ്ററിൽ ഒന്നാണ് പ്ലാൻ, ഗ്രോത്ത്. ഹിയർ വി ഗോ. മക്കളെ 4 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ശരിക്കുള്ളത്. ആദ്യം നമ്മൾ പ്ലാന്റിന്റെ ഗ്രോത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അതിനുശേഷം ഗ്രോത്തിന്റെ റേറ്റിനെ കുറിച്ച് പഠിക്കണം. ദെൻ ഡെവലപ്മെന്റ് പഠിക്കണം. പിന്നെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഗ്രോത്തിന്റെ ഡെഫിനിഷൻ അറിയണം. മക്കളെ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പം അത് ഇറിവേഴ്സിബിൾ ആണെന്നും അത് പെർമനന്റ് ആണെന്നും ഒരിക്കൽ സംഭവിച്ചാൽ വീണ്ടും പഴയതുപോലെ ആവില്ല എന്നും പറയണം. അനബോളിസം ആണോ കാറ്റബോളിസം ആണോ ചോദിച്ചാൽ രണ്ടുമുള്ള കാര്യം അറിയണം. അപ്പൊ അടുത്ത ചോദ്യം വരും, പ്ലാന്റിന്റെ ഗ്രോത്ത് ഡിറ്റർമിനേറ്റ് ആണോ ഇൻഡിറ്റർമിനേറ്റ് ആണോ? ഒരു സംശയമില്ല, ചെടിയുടെ വളർച്ച ഇൻഡിറ്റർമിനേറ്റ് ആണ്, അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്. കാരണം അത് യുണീക്കാണ്. പ്ലാന്റിന്റെ കേസിൽ ഇത് 2 തരത്തിൽ ആ ഗ്രോത്തിലേക്ക് പോകും. ഓപ്പൺ ഫോമും ക്ലോസ് ഫോമും. അതിൽ ഓപ്പൺ ഫോം എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്റെ അഡീഷൻ വഴി ഗ്രോത്ത് നടക്കുന്നത് ഓപ്പൺ ഫോം ആണ്. ചെടികളുടെ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ഒക്കെ നീളം കൂടുന്നത് ഈ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് ആണ്. അതേസമയം ഇലകളൊക്കെ വലിപ്പം വെക്കുന്നത് ക്ലോസ്ഡ് ഫോമാണ്. അവിടെ പുതിയ സെൽസിന്റെ അഡീഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ 3 ഫേസ് ആണ് ഗ്രോത്തിലുള്ളത്. ഏതൊക്കെയാണ് ആ 3 ഫേസുകൾ? ഒന്ന് മെരിസ്റ്റമാറ്റിക് ഫേസ് ഉണ്ട്, ഇലോങ്ങേഷൻ ഫേസ് ഉണ്ട്, മെച്ചുറേഷൻ ഫേസ് ഉണ്ട്. തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രോട്ടോപ്ലാസം ഉള്ള തിന്നായിട്ടുള്ള സെല്ലുലോസിക് സെൽ വാൾ ഉള്ള മെരിസ്റ്റമാറ്റിക് ഫേസിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതേസമയം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത് ഇലോങ്ങേഷൻ ഫേസിലാണ്. സെല്ലിന്റെ എൻലാർജ്മെന്റും പുതിയ സെൽ വാൾ ഡിപ്പോസിഷനും ഒക്കെ ഇലോങ്ങേഷനിലാണ്. അതേസമയം മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മാക്സിമം സൈസിൽ എത്തുന്നതാണ് മെച്ചുറേഷൻ. നമ്മുടെ NCERT ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് പാരലൽ ലൈൻ ടെക്നിക്സ് ആയിട്ട് ഇലോങ്ങേഷൻ സോണിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ബട്ട് ഡിറ്റക്ഷൻ ഓഫ് സോൺ ഓഫ് ഇലോങ്ങേഷൻ ബൈ പാരലൽ ലൈൻ ടെക്നിക്ക്. അപ്പൊ ഈ ഒരു മെത്തേഡ് വഴി ഏതാണ് ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്നത് അത് ഇലോങ്ങേഷൻ ഫേസ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. എ എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക്കാ. എ മുതൽ ഇ വരെ ഇലോങ്ങേഷൻ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്നത് ഇലോങ്ങേഷൻ ഫേസ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് റേറ്റിലേക്ക് പോയാലോ? ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ഗ്രോത്തിനെയാണ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ പറയുമ്പം ഇൻക്രീസ്ഡ് ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. അത് 2 ടൈപ്പ് ഉണ്ട്, അരിത്തമെറ്റിക് ഉണ്ട്, ജോമെട്രിക്കലും ഉണ്ട്. അതിൽ അരിത്തമെറ്റിക്കും ജോമെട്രിക്കലിന്റെ ഡിഫറൻസ് നോക്ക്. ഇതാണ് അരിത്തമെറ്റിക്കിന്റെയും ജോമെട്രിക്കിന്റെയും വ്യത്യാസം. അരിത്തമെറ്റിക്കില് ഉണ്ടാവുന്ന 2 സെൽസിൽ ഒരു സെല്ല് മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ, രണ്ടാമത്തെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അത് എങ്ങനെയാ അതിന്റെ ഗ്രോത്ത് വരുന്നത്? ആദ്യം 2 സെൽ ഉണ്ടാവുമ്പം പിന്നെ 4 എണ്ണായിട്ട് മാറും, പിന്നെ 6, പിന്നെ 8. ഇങ്ങനെയാണ് ഗ്രോത്ത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതേസമയം ജോമെട്രിക്കൽ ഉണ്ടാവുന്ന 2 സെല്ലിൽ ആ 2 സെല്ല് ഡിവൈഡ് ചെയ്യും, പിന്നെ അത് 4 ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ആദ്യമുള്ള 2 4 ആവും, പിന്നെ അത് 8 ആയിട്ടാ മാറാം. ദെൻ 16, 32 ഇങ്ങനെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇത് മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാനുണ്ട്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അരിത്തമെറ്റിക് ഗ്രോത്തിന്റെ പ്രത്യേകത എന്താ നോക്ക്. അരിത്തമെറ്റിക് ഗ്രോത്തിന്റെ എക്സ്പ്രഷൻ നോക്ക്. റൂട്ടിന്റെ നീളം കൂടുന്നതാണ്. അപ്പൊ LT is equal to L0 plus RT. LT എന്ന് പറയുന്നത് ഫൈനൽ റൂട്ടിന്റെ നീളമാണ്. L0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പൊ റൂട്ട് അതിന്റെ നീളം കൂട്ടുന്നത് അരിത്തമെറ്റിക് ഗ്രോത്തിൽ വരുമ്പം അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്ക്. ഒരു ലീനിയർ കർവായിട്ടാ കാണുക. അതായത് വല്ലാതെ കൂടുന്നുമില്ല, വല്ലാതെ കുറയുന്നുമില്ല. അതേസമയം ജോമെട്രിക് ഗ്രോത്തിന്റെ പ്രത്യേകത എന്താ? ജോമെട്രിക് ഗ്രോത്തിൽ ഒരു സിഗ്മോയിഡ് കർവാണ്. ആ സിഗ്മോയിഡ് കർവില് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ലാഗ സ്ലോ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് എക്സ്പൊണൻഷ്യൽ. അതിനെ നമ്മൾ ലോഗ് ഫേസ് എന്നാ വിളിക്കുക. പിന്നെ അവസാനം സ്റ്റേഷനറിയിലേക്ക് ഫേസ് ചെയ്യും. അതെന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് മാറും. ഇത് മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പം എങ്ങനെയാന്നുള്ളത് നോക്ക്. ഇത് മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പം W1 is equal to W0 into e raised to RT. W1 എന്ന് പറയുന്നത് ഫൈനൽ സൈസാ. W0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഗ്രോത്താ. E എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആണ്. അത് 2.71 ആണ്. R എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രോത്തിന്റെ റേറ്റ് ആണ്. T ടൈം ആണ്. ഇനി ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേറെയും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ?
ഒന്ന് അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒന്ന് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും ഉണ്ട്. അരിത്തമെറ്റിക്കൽ അബ്സല്യൂട്ട് ആണ്, അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ആണ്. അരിത്തമെറ്റിക് നമ്മൾ പഠിച്ചു, ഇത് അബ്സല്യൂട്ട് ആണ്. അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും അതേപോലെ തന്നെ ഒന്ന് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇതെന്താ വ്യത്യാസം? അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്നേ വരെയുള്ള വളർച്ചയാണ്. അതേസമയം റിലേറ്റീവ് ഗ്രോത്ത് റേറ്റോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള നമ്മുടെ വളർച്ച. ഓക്കെ, അതാണ് റിലേറ്റീവ്, ആപേക്ഷികം. അപ്പൊ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള ഗ്രോത്ത്. റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ഗ്രോത്ത് റേറ്റ്. ഇത് കാണാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഏതാന്ന് നോക്ക്. ഇത് ഇങ്ങനെയൊന്ന് നോക്കിയാൽ മതി. അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റില് ടോട്ടൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. ടോട്ടൽ ഗ്രോത്ത് ഇപ്പൊ എനിക്ക് 102 കിലോ ആണ്, ജനിച്ചപ്പോ 2 കിലോ ആണെങ്കിൽ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 100 കിലോ അല്ലേ? അല്ലേ? യെസ്. അതേസമയം റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്താ? ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം ആണ് ഈ AGR, അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്, മൈനസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഗ്രോത്ത് ഇൻടു 100. അപ്പൊ RGR കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ AGR കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്ക്. ഇത് RGR കണ്ടുപിടിക്കാൻ, ഇത് AGR കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ഇനി കൺഫ്യൂസ്ഡ് ആവരുത്. AGR എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉള്ളത്. RGR എന്ന് പറയുന്നത് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ 3 ടെക്നിക്കൽ ടേംസ് പഠിക്കാനുണ്ട്. ഡിഫറൻസിയേഷൻ ഉണ്ട്, ഡി ഡിഫറൻസിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റീഡിഫറൻസിയേഷൻ ഉണ്ട്. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡിങ് സെൽ അങ്ങനെ വെച്ചാൽ മതി. ഡി ഫോർ ഡി അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതായത് ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് മെച്ചുവർ ആവുന്ന ഒരു കണ്ടീഷൻ. ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസ് മെച്ചുവർ ആവുന്ന ഒരു കണ്ടീഷൻ. ഇതാണ് മക്കളെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ്, ട്രക്കിയറി എലിമെന്റ്സ്, അതായത് സൈലും അതേപോലെ തന്നെ ഫ്ലോയുമായിട്ട് മാറുന്നത്. ഇതാണ് ഡിഫറൻസിയേഷൻ, മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ കൺവേർഷൻ. അതേസമയം ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. മെച്ചുവർ ആയിട്ടുള്ള ഒരു സെല്ല്, ഓക്കെ, മെച്ചുവർ ആയിട്ടുള്ള സെല്ല് വീണ്ടും റീഡിവൈഡ് ചെയ്യാണ്. മെച്ചുവർ ആയിട്ടുള്ള ഒരു സെല്ല് വീണ്ടും റീഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ആ റീഡിവിഷനിൽ എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കോർക്കാമ്പിയം. ഓക്കെ, കോർക്കാമ്പിയം ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ഇന്റർഫെസിക്കുലാർ കാമ്പിയം, അതായത് നമ്മുടെ ബണ്ടിൽസിന്റെ ഉള്ളിലുള്ള കാമ്പിയം പുറത്തുള്ള കാമ്പിയം കൂടെ ചേർന്നിട്ടാണ് കാമ്പിയൽ റിങ്. അപ്പൊ അതിൽ ആ പുറത്തുള്ള കാമ്പിയമാണ് ഇന്റർഫെസിക്കുലർ കാമ്പിയം. ഇതൊക്കെ മെച്ചുവർ ആയിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ റീഡിഫറൻസിയേഷൻ ഓർത്തിരിക്കാൻ എളുപ്പ. റീഡിവൈഡിങ് സെൽസ് അങ്ങനെ ഓർത്തിരുന്നൂടെ? റീഡിവൈഡിങ് സെൽസ് വീണ്ടും ഡിവൈഡ് ചെയ്ത സെല്ല് എന്തായിട്ട് മാറും? വീണ്ടും അത് മെച്ചുവർ ആയിട്ട് മാറി. റീഡിവൈഡിങ് സെല്ല് മെച്ചുവർ ആയിട്ട് മാറുന്നതിനെയാണ് റീഡിഫറൻസിയേഷൻ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ചോദിച്ചാലോ? അതിന്റെ എക്സാമ്പിൾ ആണ് സെക്കൻഡറി സൈലും അതേപോലെ സെക്കൻഡറി ഫ്ലോയും. അപ്പൊ ഇത് രണ്ടും റീഡിഫറൻസിയേഷൻ. അപ്പൊ ഡിഫറൻസിയേഷനിൽ ഡിവൈഡിങ് മെച്ചുവർ, ഡി ഡിഫറൻസിയേഷനിൽ മെച്ചുവർ റീഡിവൈഡിങ്, റീഡിഫറൻസിയേഷനിൽ റീഡിവൈഡിങ് വീണ്ടും മെച്ചുവർ ആയിട്ട് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതോട് കൂടിയിട്ട് ഗ്രോത്ത് റേറ്റ് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അറിയേണ്ടത്. നോക്കൂ, ഒരു ചെടി എങ്ങനെയാ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക? സീഡിന്റെ ജേർമിനേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സീഡിന്റെ ജേർമിനേഷൻ മുതൽ വളർച്ച അവസാനിക്കുന്ന സെനിസെൻസ് വരെ, കണ്ടോ, വാർദ്ധക്യത്തിലേക്ക് പോകുന്നത് വരെ ഡെവലപ്മെന്റാ. അതിനെ കാണിക്കാനായിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസിൽ ഒന്നാണ് ഹെട്രോഫിലി, പലതരത്തിലുള്ള ഇല. നോക്ക്, ജുവനൈൽ സ്റ്റേജിലുള്ള ഒരു ലീഫും അഡൽട്ട് സ്റ്റേജിലുള്ള ലീഫിന്റെ പ്രത്യേകത നോക്ക്. അതേപോലെ ബട്ടർ കപ്പ്, ഓക്കെ, വെള്ളത്തിൽ കാണുന്ന ബട്ടർ കപ്പില് വെള്ളത്തിൽ കാണുന്ന ലീഫിന്റെ പ്രത്യേകതയും അതേപോലെ തന്നെ മണ്ണിലേക്ക് വരുമ്പം ഉള്ള ലീഫിന്റെ പ്രത്യേകത നോക്ക്. ഈ കണ്ടീഷനെ വിളിക്കുന്നതാണ് പ്ലാസ്റ്റിസിറ്റി. എന്ന് വെച്ചാൽ എൻവയൺമെന്റിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കാണിക്കുന്നത്. കണ്ടോ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്
കോട്ടന്റെ കേസിലും മല്ലിച്ചെപ്പിലും കൊറിയാൻഡറിലും ലാക്സ്പറിലുള്ള എട്രോഫിലി. അപ്പൊ ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. നമുക്ക് 5 ഹോർമോൺസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആ 5 ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ ഓക്സിനെ കുറിച്ചാണ്. ഓക്സിൻ എവിടുന്ന ഡെവലപ്പ് ചെയ്തെടുത്തത്? ഇൻറ്റോൾ 3 എസറ്റിക് ആസിഡ്. അപ്പൊ ഇൻറ്റോൾ കോമ്പൗണ്ട്സ് അല്ലേ? ഇതാണ് ഒന്നാമത്തെ ആള്. ഇതാണ് മക്കളെ ഓക്സിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് ആരാ? രണ്ടാമത്തത് ജിബ്ബർലിക് ആസിഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് ടെർപ്പീന്റെ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ അതിനെ GA എന്ന് കൊടുക്കും. അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് നോക്ക്. മൂന്നാമത്തത് സൈറ്റോകൈൻ ആണ്. അഡനിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. N6 ഫൊർഫറൈൽ അമിനോപ്യൂരിൻ. ഓക്കെ, അഡനിന്റെ ഡെറിവേറ്റീവ് ആണ്. അതാണ് മൂന്നാമത്തത്. അത് നമ്മുടെ സൈറ്റോകൈനിൻ. CK എന്ന് പറയുന്നതാണ് സൈറ്റോകൈനിൻ. ഓക്കെ ആണോ? നാലാമത്തത് ആരാ? നാലാമത്തത് നമ്മുടെ സ്വന്തം ഗേഷ്യസ് ഹോർമോൺ ആണ്. ആ ഗേഷ്യസ് ഹോർമോൺ എന്ന് പറയുന്നത് ആരാ? എത്തിലിൻ അല്ലേ? അതാണ് ഗേഷ്യസ് ഹോർമോൺ. അവസാനത്തത് ആരാ നമുക്കറിയാം. അവസാനത്ത് നമ്മുടെ സ്വന്തം കരോട്ടിനോയിഡ്സിന്റെ ഡെറിവേറ്റീവ് ആണ്, അബ്സസിക് ആസിഡ് ആണ്. അപ്പൊ അതൊരിക്കലും നമ്മൾ മറക്കില്ല, അബ്സസിക് ആസിഡ്. അപ്പൊ 5 ഹോർമോൺസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നമുക്കുണ്ടായി. ഇനി ഓരോ ഹോർമോൺസിന്റെ ഡിസ്കവറി എങ്ങനെയാണെന്ന് അറിയണം. ഈ ഒരു ഡിസ്കവറി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്ക്. ലൈറ്റ് എവിടുന്നാണോ വരുന്നത് അങ്ങോട്ടേക്ക് ഗ്രോത്ത് കാണിക്കുന്ന എംബ്രിയോയുടെ കോളിയോപ്റ്റൈലിന്റെ കഥയാണ്. ഇത് ആദ്യമായിട്ട് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് ഡാർവിനുമാണ്. അപ്പൊ ഈ ഒരു ഫിനോമിനെ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കാം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഈ കർവേച്ചർ ഓക്സിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് വളരുന്നത്. ഓക്സിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ ഗ്രോത്ത് ഇല്ല എന്ന് അവർ കണ്ടുപിടിച്ചു. പിന്നീട് ഹ്യൂമൻ യൂറിൽ നിന്നാണ് അത് ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അതേസമയം ബെക്കാനി ഡിസീസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജിബ്ബർലിൻസിന്റെ ഡിസ്കവറിയാണ്. അതായത് ബെക്കൈൻ ഡിസീസിനെ കണ്ടുപിടിച്ചത് കുറസോവിയാണ്. നെല്ലിന്റെ സീഡ്ലിംഗില് നെല്ലിന്റെ സൈസ് കൂടാൻ കാരണം ഒരു ഫംഗസ് ആണെന്ന് മനസ്സിലായി. അതാണ് ജിബ്ബർല ഫിജിക്കുറൈ. ആ ജിബ്ബർലിൽ നിന്നാണ് ജിബ്ബർലിക് ആസിഡ് ഐസൊലേറ്റ് ചെയ്തത്. അതേസമയം സൈറ്റോകൈനിന്റെ കഥ നമുക്ക് പഠിക്കാനുണ്ട്. സ്കൂഗൻ മില്ലർ ഒരു മീനിന്റെ ഉള്ളിൽ നിന്ന് സ്പേമിൽ നിന്നാണ് അത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. അതേസമയം എത്തിലിൻ ഗേഷ്യസ് ഹോർമോൺ ആണ് എന്ന് പറയുകയും അത് റൈപ്പനിങ്ങിന് സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് നമ്മുടെ കസിനാണ്. അപ്പൊ എന്റെ കസിൻ എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഹോർമോണിന്റെയും ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ നോക്കാം. ഓക്സിന്റെ മെയിൻ ഫംഗ്ഷൻ ആലോചിച്ചാൽ ഉടനെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് A for A, എപ്പിക്കൽ ഡോമിനൻസ്. ഹൈറ്റ് കൂട്ടുക എന്ന് ആലോചിച്ചാൽ മതി. എപ്പിക്കൽ ഡോമിനൻസ്. ഓക്കെ, എപ്പിക്കൽ ഡോമിനൻസ്, ഹൈറ്റ് കൂട്ടുക. ഓക്കെ, അതേസമയം ഇതിന്റെ മറ്റു ഫങ്ഷൻസ് ആലോചിക്കണ്ടേ. ഓക്സിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഹ്യൂമൻ യൂറിനാ. അപ്പൊ അത് മറക്കരുത്. അതേപോലെ തന്നെ ഓക്സിനിൽ നോക്ക്, നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിൻ ഉണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ ഉണ്ട്. അപ്പൊ IA അതേപോലെ തന്നെ ബ്യൂട്രിക് ആസിഡും നാച്ചുറലാണ്. അതേസമയം നാഫ്തലിൻ അസിറ്റിക് ആസിഡും 2,4-ഡിയും സിന്തറ്റിക് ആണ്. ഇനി അതിന്റെ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് റൂട്ടിംഗ് ഉണ്ട്. രണ്ടാമത്തത് ഫ്ലവറിംഗ്, പൈനാപ്പിളിലെ ഫ്ലവറിംഗ്. മൂന്നാമത്തത് ഫ്രൂട്ടും ലീഫും കൊഴിഞ്ഞു വീഴാതെ തടയും. നാലാമത്തത് എപ്പിക്കൽ ഡോമിനൻസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡീകാപ്പിറ്റേഷൻ, തലഭാഗം കട്ട് ചെയ്ത് വിടും. ഓക്കെ, അങ്ങനെ ഡീകാപ്പിറ്റേഷൻ നോക്ക് ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ സഹായിക്കും. ഓക്കെ, തേയില കൃഷിയിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. നോക്ക്, പാർത്തിനോകാർപ്പി ടൊമാറ്റോയിൽ സീഡ് ഇല്ലാതാക്കുന്നത് ഈ പറയുന്ന ഓക്സിൻ ആണ്. ഹെർബിസൈഡ്, വീഡിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന 2,4-D ഓക്സിൻ. അപ്പൊ ഈ 6 ഫംഗ്ഷൻ ഓക്സിൻ പറയുമ്പോൾ ഈ 6 ഓർത്തിരിക്കണം. ജിബ്ബർലിൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് കുറവുള്ള ചെടികളെ ഹൈറ്റ് കൂട്ടുക, ബോൾട്ടിങ്. ഓക്കെ, അതിൽ GA1, GA2, GA3 ഉണ്ട്. അതിൽ GA3 ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്തത്. എല്ലാ ജിബ്ബർലിക് ആസിഡ് അസിഡിക് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻസിലേക്ക് പോയാൽ നോക്ക്, എല്ലാ ജിബ്ബർലിക് ആസിഡ് അസിഡിക് ആണ്. ഫംഗ്ഷനിലേക്ക് പോയാൽ ആപ്പിളിന്റെ ഷേപ്പും സൈസും കൂട്ടും, ഒന്നാമത്തെ ഫംഗ്ഷൻ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് പീരീഡ്, അതായത് കൊഴിഞ്ഞു വീഴാതെ അവിടെ തന്നെ നിർത്തും, സെനിസെൻസ് കൺട്രോൾ ചെയ്യുന്നത്. മൂന്നാമത്തെ നോക്ക് മക്കളെ, സ്മാൾട്ടിംഗ് പ്രോസസ്സിന് സ്പീഡപ്പ് കൂട്ടും. ഓക്കെ, നാലാമത്തെ നോക്ക് മക്കളെ, ഏർലി സീഡ് പ്രൊഡക്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്ക്, റോസെറ്റ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ക്യാബേജും ബീറ്റ്റൂട്ടൊക്കെ പോലെ വലിപ്പമില്ലാത്ത ചെടികളെ ഹൈറ്റ് കൂട്ടുന്നത് ജിബ്ബർലിനാണ്. ഇനി സൈറ്റോകൈനിന്റെ മെയിൻ ഫംഗ്ഷൻ ചോദിച്ചാൽ അത് സെൽ ഡിവിഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, ആ സെൽ ഡിവിഷനിൽ മക്കളെ ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഫോം ആണ് കൈനറ്റിൻ. ഇതാണ്
ഈ മീനിന്റെ ഉള്ളിൽ നിന്നും എടുത്തത്. അതേസമയം തേങ്ങാവെള്ളത്തിൽ നിന്നും എടുത്തത് സിയാറ്റിൻ ആണ്, കോൺ കേണൽസ് അതിൽ നിന്നും എടുത്തത്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ നോക്കും മക്കളെ, അതിന്റെ മെയിൻ ഫംഗ്ഷൻ പുതിയ ലീഫും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ എപ്പിക്കൽ ഡോമിനൻസ് തളർത്തി ലാറ്ററൽ ബഡ്സിനെ ഗ്രോ ചെയ്യുന്നത് സൈറ്റോകൈൻ ആണ്. ന്യൂട്രിയൻ മൊബിലൈസേഷന് സഹായിക്കുന്നതും സൈറ്റോകൈൻ ആണ്. എത്തിലിന്റെ കേസ് എപ്പോഴും നമ്മൾ അറിയേണ്ടത് റൈപ്പനിങ്ങിന് സഹായിക്കുമെന്നാണ്. ഓക്കെ, അപ്പൊ റൈപ്പനിങ്ങിന് സഹായിക്കുന്ന എത്തിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന്, വാർദ്ധക്യം, സെനിസൻസ്, വയസ്സാവാൻ സഹായിക്കും. രണ്ടാമത്തത് ഫ്രൂട്ട് റൈപ്പനിങ്, രണ്ടായ. അതേപോലെ തന്നെ മക്കളെ റെസ്പിറേഷന്റെ റേറ്റ് പഴുക്കുന്ന സമയത്ത് കൂട്ടും, അതും എത്തിലിന്റെ ഫംഗ്ഷനാ. അപ്പൊ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്, മൂന്നായ. അതേപോലെ തന്നെ സ്പ്രൗട്ടിങ് ഓഫ് പൊട്ടറ്റോ ട്യൂബ്, മുളയ്ക്കാൻ സഹായിക്കും. റൂട്ടിന്റെ ഗ്രോത്തും റൂട്ട് എയർ ഫോർമേഷനും കൂട്ടും. ദെൻ ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിലെ മെയിൻ ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം എത്തിലാണ്. ഓക്കെ, അതിന്റെ ഫോമാണ് ഇത്തഫോൺ. ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോയി അടിക്കുന്നത് ഈ ഇത്തഫോൺ ആണ്. ഓക്കെ, അത് പെട്ടെന്ന് റൈപ്പനിങ്ങിന് സഹായിക്കും. അതേപോലെ തന്നെ കുക്കുംബറിൽ ഫീമെയിൽ ഫ്ലവർ കൂട്ടി മത്തന്റെ എണ്ണം കൂട്ടുന്നതും എത്തിലിനാണ്. ഇനി ഒരേ ഒരു ഹോർമോണെ കുറിച്ച് പഠിക്കാനുള്ളൂ, എബ്സിസിക് ആസിഡ്. അതിന്റെ മെയിൻ ജോലി എബ്സിഷനും ഉണ്ട്, അതേപോലെ തന്നെ ഡോർമൻസി, സീഡിനെ ഡോർമെന്റ് ആക്കുന്നത് ഇവന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവൻ മെയിൻ പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. പക്ഷെ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ നോക്ക്, സീഡ് മുളയ്ക്കാൻ സമ്മതിക്കില്ല. സ്ട്രെസ് ഹോർമോൺ, ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്ലാന്റിനെ രക്ഷിക്കാനായിട്ട് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്ന അടക്കമൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന എബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡെസിക്കേഷൻ, വരൾച്ചയെ കൺട്രോൾ ചെയ്യും, അൺഫേവറബിൾ കണ്ടീഷനെ ഒക്കെ പിടിച്ചു നിർത്തി പ്ലാന്റിനെ രക്ഷിക്കാൻ വരുന്നത് എബ്സിസിക് ആസിഡ് ആണ്. പക്ഷെ ഇവനൊരു ശത്രു ഉണ്ട്, അത് ജിബർലിക് ആസിഡ് ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഞാൻ വിചാരിക്കുന്നു മക്കളെ. 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന്, പ്ലാന്റിന്റെ ഗ്രോത്തിന്റെ ഡീറ്റെയിൽസ്, ഗ്രോത്ത് റേറ്റ്, ഡെവലപ്മെന്റും ഹെട്രോഫിലിയും. അവസാനം 5 ഹോർമോൺ ഉണ്ട്, ഓക്സിൻ, ജിബർലിക് ആസിഡ്, അതേപോലെ സൈറ്റോകൈനിൻ, അതേപോലെ തന്നെ എത്തിലിൻ, അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം എബ്സിസിക് ആസിഡ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു, ബൈ.